സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി ആരംഭിക്കാനുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, ഈ ലഹരി വ്യാപനത്തിൻ്റെ പശ്ചാത്തലം അത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു കർമ്മപദ്ധതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിലുണ്ട് എന്ന് വിശദീകരിച്ചിരുന്നു. തുടർ നടപടികളിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ആലോചനയിലുള്ളത് അജീഷ്? അറിയിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്തെ പോലീസും എക്സൈസും ഇത് സംബന്ധിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തെ ഈ ലഹരി വ്യാപനവും അതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളുടെയും ഒരു വിശകലനമായി ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഓഫീസിലടക്കം വലിയ യോഗങ്ങൾ ചേർന്നിരുന്നു. അതിൻ്റെ ഒരു ഡാറ്റ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരുന്നത്. ഇന്ന് എക്സൈസിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതുവരെ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉള്ളത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കും. സംസ്ഥാനത്തെ കഴിഞ്ഞ അധിക ദിവസങ്ങളിലായി 2 പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഡി ഹണ്ടും അതേപോലെ തന്നെ എക്സൈസിൻ്റെ ക്ലീൻ സ്ലേറ്റും. ഈ 2 ഓപ്പറേഷനുകളിലായി ഇതുവരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ട്, എത്ര കിലോ ലഹരി മരുന്നുകൾ പിടികൂടിയിട്ടുണ്ട്, അങ്ങനെ വിശദമായിട്ടുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. കൂടാതെ ഇനി എന്ത് നടപടികൾ, ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ലഹരി മരുന്നിൻ്റെ വരവ് തടയാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാകും എന്നടക്കമുള്ള കാര്യങ്ങളും ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും. തീർച്ചയായും നമ്മളും ഇത്തരത്തിലുള്ളൊരു ലഹരിക്കും അക്രമത്തിനുമെതിരെ ഒരു യാത്ര നടത്തുന്നൊരു പശ്ചാത്തലത്തിൽ ഈ ഉന്നതതല യോഗവും വലിയ പ്രസക്തമാണ്. കാരണം ഈ യാത്ര തുടങ്ങുന്നത് തന്നെ മുഖ്യമന്ത്രിയുമായുള്ളൊരു കൂടിക്കാഴ്ചയോടെയാണ്. അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വലിയൊരു കർമ്മ പദ്ധതി നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ നടത്തുന്ന ഈ യാത്രയിലുടനീളം നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഈ യാത്ര ഇപ്പോൾ ഒരാഴ്ചയിലേക്ക് എത്തുന്നു. ഇതുവരെ അതിനുശേഷം കാസർഗോഡ് എത്തിയതിനു ശേഷം 15 ദിവസം കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗം ഏറെ നിർണായകമാണ്. അത് ഇന്ന് രാവിലെയാകും ചേരുക. ശരി, അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.